ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരു വാക്യം ദൈവസന്നിധി വായിക്കാം. ഇയ്യോബ് 22:21 വാക്യം. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്ക, അതിനാൽ നിനക്ക് നന്മ വരും. നമുക്ക് ഒരിക്കൽ കൂടെ ഈ വാക്യം വായിക്കാം. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്ക, അതിനാൽ നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ദൈവം നമ്മൾക്ക് ഇത് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഭക്തനായ ഇയ്യോബ് തന്റെ ജീവിതത്തിൽ അനേക കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളും തന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു. എങ്കിലും ഇയ്യോബ് ഹല്ലേലൂയ ഒരിക്കലും ദൈവത്തെ ത്യജിച്ചു പറയാതെ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറാതെ ഓരോ ദിവസവും ദൈവത്തോട് കൂടുതലായിട്ട് ഹല്ലേലൂയ അടുത്തടുത്ത് കഷ്ടതയുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങളുടെ വേദനയുടെ മധ്യത്തിൽ ഇയ്യോബ് ഹല്ലേലൂയ ദൈവത്തോട് കൂടുതലായിട്ട് ഇണങ്ങി ജീവിച്ചപ്പോൾ ഹല്ലേലൂയ പിന്നത്തതിൽ ഹല്ലേലൂയ കൂടുതലായിട്ട് അനുഗ്രഹങ്ങളും നന്മകളും ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ ഹല്ലേലൂയ അതെല്ലാം ദൈവം ഇയ്യോബിന് ഇരട്ടിയായിട്ട് അനുഗ്രഹങ്ങൾ കൊടുത്തു, നന്മകൾ കൊടുത്ത്, അനുഗ്രഹങ്ങൾ കൊടുത്ത് ദൈവം ഹല്ലേലൂയ ഇയ്യോബിന് ഒന്നിനും കുറവില്ലാതെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഇയ്യോബിനെ അനുഗ്രഹിച്ചു. അതാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നത്. നീ അവനോട് ഇണങ്ങി സമാധാനമായിട്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും ഹല്ലേലൂയ നമ്മൾ ദൈവത്തോട് ഇണങ്ങണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഓരോ ദിവസവും കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇണങ്ങി ദൈവം നമ്മുടെ അടുക്കൽ വരും. ഹല്ലേലൂയ നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളിലും നമ്മുടെ എന്ത് വിഷയങ്ങളുടെ മധ്യത്തിലും നമുക്കൊപ്പം ഇരിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ നല്ലവനായ യേശു ഹല്ലേലൂയ നമ്മുടെ വലങ്കരത്തിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. കർത്താവേ ഹല്ലേലൂയ നമ്മൾ അത് ദിവസവും നമ്മൾ അനുഭവിച്ചറിയണം. ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുമ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഹല്ലേലൂയ പറഞ്ഞു തീരാത്ത ഒരു അനുഗ്രഹമാണ്. ദൈവം നമ്മളെ കരുതും, ദൈവം നമ്മളെ മാനിക്കും. നമ്മൾ ഇഷ്ടപ്രകാരം ദൈവത്തിന് ഇഷ്ടമുള്ള യാഗമായിട്ട് നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ഭാരപ്പെട്ടാലും ദൈവം നമുക്ക് തീർച്ചയായിട്ടും തരുവാൻ ശക്തനായ ദൈവമാണ്. നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ സകല ആവശ്യങ്ങളും പറയുമ്പോൾ ദിവസവും നമ്മളെ ഓരോ ദിവസവും ദൈവം പോറ്റി പുലർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ ഈ വർഷങ്ങളെല്ലാം ദൈവം നമ്മളെ പരിപാലിച്ച് ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്നെല്ലാം കണ്ണിന്റെ കൃഷ്ണപോലെ നമ്മളെ എല്ലാവരും സൂക്ഷിച്ചത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ ഒരു മനുഷ്യരെ കൂടി കിട്ടാത്ത സ്നേഹം അതൊരു താൽക്കാലികമാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു ശാശ്വതമായ ഒരു സ്നേഹമാണ്, നിത്യതയോട് അടുപ്പിക്കുന്ന ഒരു സ്നേഹമാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വേർപെട്ടു പോകാതെ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നന്മയും കരുണയും എല്ലാം രാഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ദൈവം നമ്മളെ പോറ്റി പുലർത്തുവാൻ നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഹല്ലേലൂയ ദൈവം നമ്മളെ വഴി നിർത്താൻ ശക്തനായ ദൈവമാണ്. നമുക്ക് ഒരു ദിവസം ഹല്ലേലൂയ ഒരു നിമിഷം ദൈവസന്നിധി താഴ്ത്താൻ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 സ്നേഹവാനായ കർത്താവേ, നല്ല ദൈവമേ കർത്താവേ, നാഥാ നല്ല സമയത്തിന് വേണ്ടി കർത്താവേ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ സംഭവങ്ങളെ കൊണ്ട് കർത്താവേ ഓരോ നിമിഷങ്ങളിൽ ഞങ്ങളെ വിട്ടുപോകുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ വരാമെന്ന ആപത്തിൽ അനർത്ഥങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്നെല്ലാം കർത്താവേ കണ്ണിന് ക്ഷണി പോലെ ദൈവമാകുന്ന കർത്താവ് ഞങ്ങളെല്ലാവരെയും ഓരോ നിമിഷം പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന വൻകൃപയ്ക്ക് സ്തോത്രം ചെയ്യാണ്, സ്തുതിക്കുകയാണ് കർത്താവേ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവേ ദൈവകരങ്ങളിലേക്ക് തരികയാണപ്പാ. ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കണേ, വിടുവിക്കണേ കർത്താവേ. ഹല്ലേലൂയ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തുമാണെങ്കിലും കർത്താവേ അതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അതിനെല്ലാം വലിയ വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗത്താലും ദുഃഖത്താലും ഭാരപ്പെടുന്നവരെ കർത്താവേ ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് തരികയാണപ്പാ. ഹല്ലേലൂയ പരിപൂർണമായിട്ട് വിടുതലും ആശ്വാസം ദൈവം കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രക്തസ്രാവമുള്ള സ്ത്രീ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടപ്പോ ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ചെന്ന് ഞങ്ങൾ അറിയുന്നല്ലോപ്പാ. കർത്താവേ വിടുവിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം തൊട്ട് ഹല്ലേലൂയ വേദനയുള്ള ഭാഗത്ത് അസ്വസ്ഥതയുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ട് വിടുതൽ ദൈവമേ നീ കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, ദൈവത്തിന്റെ കരുതലിനെ രുചിച്ചറിയുവാൻ കർത്താവേ ഓരോരുത്തരും ദൈവമേ നീ ബലപ്പെടുത്തുമാറണം, ശക്തീകരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത്
ദിവസങ്ങളായിട്ട് ദൈവത്തോട് ഇണങ്ങി ജീവിക്കുവാൻ, ദൈവത്തിന്റെ വഴികളിൽ കൂടെ നടക്കുവാൻ കർത്താവേ നീ സഹായിക്കുമായിരുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം കേട്ട ഓരോരുത്തരും കർത്താവേ നീ അനുഗ്രഹിക്കണപ്പാ. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണേ കർത്താവേ. അവര് കല്ലിൽ എന്ത് വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരപ്പെട്ടാലും കർത്താവേ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിക്കുവാൻ ദൈവമിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിലെ വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങൾ കർത്താവേ ഞങ്ങളെക്കാൾ മുൻപേ അറിയുന്ന സ്വർഗത്തിലെ ദൈവം കർത്താവേ, നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന അറിയുന്ന ദൈവം ഹല്ലേലൂയ കർത്താവേ, അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിക്കുവാൻ ദൈവമിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, തലമുറയില്ലാതെ പാരപ്പെടുന്നവരുണ്ടപ്പാ. അവർക്കെല്ലാം നല്ല തലമുറയെ കൊടുത്ത് ദൈവം മാനിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടബാധിതകളെ പാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. അതിനെല്ലാം സാമ്പത്തിക വലുതമേ നീ ഒരുക്കി കൊടുക്കുമാറാണേ കർത്താവെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലല്ലപ്പാ. അതെല്ലാം തുറന്നു കൊടുത്ത് ദൈവമേ എന്റെ മക്കളെ ദൈവമേ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. 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 ഒരു കർത്താവ് ഒരു അനർത്ഥങ്ങൾ ആപത്തുകൾ ഒന്നും കർത്താവേ കടന്നു വരാതെ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ഓരോ മക്കളെയും കർത്താവേ നീ പൊതിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തെ അറിയാത്തവർ ഈ ദിവസങ്ങളായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവമേ നീ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ദൈവമേ ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ, ദൈവത്തിന്റെ ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ വേല ചെയ്യുവാൻ ഓരോരുത്തരും കർത്താവേ നീ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും ഇരുന്ന് എന്റെ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും കർത്താവേ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്കെല്ലാം വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ ദൈവമിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് കർത്താവേ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാൻ കർത്താവേ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ കർത്താവേ അതെല്ലാം വലിയ വിടുതലും അനുഗ്രഹമായി തീരുവാൻ കർത്താവേ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പാ അതിന്റെ കരങ്ങൾക്ക് സകല വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് താഴ്മടി യാചിക്കുന്ന കൃപയുടെ കേട്ട് ഉത്തരം അരുളുമാറാണേ. ആമേൻ. ആമേൻ. സ്തോത്രം.